ഓക്കെ, സോ നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യണത് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ എന്താ കൊടുത്തേക്കെന്ന് നോക്കാം. ഇൻ ദ പിക്ചർ 2 vertices ഓഫ് എ ട്രയാങ്കിൾ ആർ ജോയിൻ ടു ഇറ്റ്സ് ഇൻസെൻറ്റർ. ഇവിടെ ഒരു ട്രയാങ്കിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസർക്കിളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഇതാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്ററിന് നമ്മൾ എന്താ പറയുക, ഇൻസെൻറ്റർ എന്ന് പറയും. അപ്പോൾ ഈ ട്രയാങ്കിളിലെ 2 വെർട്ടെക്സിൽ നിന്ന് നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, ഈ ഇൻസെൻറ്ററിലേക്ക് മീൻസ് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, കാൽക്കുലേറ്റ് ദി ആംഗിൾ മാർക്ക് ഇൻ ദി പിക്ചർ. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഈ ആംഗിൾ നമുക്ക് ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതായത് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഫിഗർ വരയ്ക്കട്ടെ കേട്ടോ. സോ നമുക്കിതാണ് കറസ്പോണ്ടിങ് പിക്ചർ. ഇവിടുത്തെ ആംഗിൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 70 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കറസ്പോണ്ടിങ് സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് എടുക്കുകയാണ്, വിച്ച് ഈസ് ഇൻ സെൻറ്റർ. എന്നിട്ട് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓക്കെ, ഇപ്പോൾ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഇവിടെ ഈ സെൻറ്ററിൽ വന്നേക്കുന്ന ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി നോക്കാം. തന്നേക്കുന്നത് ആകെ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നെയിം ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി എന്താ തന്നേക്കുന്നത്, ഇവിടുത്തെ ഈ ട്രയാങ്കിൾ ABCയിലെ ആംഗിൾ A എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ എഴുതാം. So angle A equal to 70 ഡിഗ്രി. അത് ഓൾറെഡി തന്നേക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്താ അറിയുന്നത്, ഈ ഇൻസെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ സെൻറ്റർ നമുക്ക് കിട്ടാം, ഈ ട്രയാങ്കിളിൻ്റെ ബൈസെക്ടേഴ്സ് വരച്ചാലാണ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളിത് ഈ ഇൻസർക്കിൾ വരയ്ക്കാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാറ്, ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കും. ആംഗിൾ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, അതേപോലെ തന്നെ ഈ ആംഗിളിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. ജോയിൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റർ ആയിരിക്കും. എന്നിട്ടാണ് സർക്കിൾ വരച്ചിരുന്നത്. മീൻസ് ഇപ്പോൾ ഇതിൻ്റെ ഈ ആംഗിൾ ബിയുടെ ആംഗിൾ ബൈസെക്ടറാണ്. ഇപ്പോൾ ഇത് O എന്ന് കൊടുത്തു കഴിഞ്ഞാൽ OB എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ആംഗിൾ സിയുടെ ആംഗിൾ ബൈസെക്ടറാണ് ഈ OC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ആംഗിളാണ്. അപ്പോൾ ഇത് ആംഗിൾ ബൈസെക്ടർ ആകുമ്പോൾ ഇത്രയും ഈക്വൽ ടു ഇത്രയും ആയിരിക്കും. ബൈസെക്ടർ മീൻ ചെയ്യുന്നത് എന്താണ്, 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ സെയിം ഓവർ ഹിയർ. ഇത് ഇപ്പോൾ ഈ ആംഗിൾ C എന്ന് പറയുന്നത് മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ OC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ആംഗിൾ ബൈസെക്ടറാണ്. സോ ഇതിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താ അറിയണേ, ഇപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ ABCയും അതേപോലെ തന്നെ ACBയും. ഇപ്പോൾ ഇത് മൊത്തത്തിലൊരു ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാണ്, 180 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ അതിൽ ഈ ആംഗിൾ എത്രയാണെന്ന് അറിയില്ല, ഈ ആംഗിൾ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അതിന് എന്താ നമ്മൾ നോർമലി ചെയ്യുക, ടോട്ടൽ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ 180യിൽ നിന്ന് ഈ 70 മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ഈ ആംഗിളും ഈ ആംഗിളിൻ്റെ ടോട്ടൽ സമ്മാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ നമുക്ക് അതാദ്യം തന്നെ എഴുതാം. ആംഗിൾ ABC പ്ലസ് ആംഗിൾ ACB
ഇത് രണ്ടും കൂടി സം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ രണ്ട് ആംഗിൾസ് ഇത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ് 180 നിന്ന് എത്ര മൈനസ് ചെയ്യുക ആംഗിൾ എ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആംഗിൾ എ നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ് 70 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രിയാണ് ഈ രണ്ട് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ 180 മൈനസ് 70 എത്രയാണ് 110 ആണ്. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താ, ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഇതിനെ ബൈസെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണോ അത് തന്നെയാണ് ഇവിടെ വരാം, അതേപോലെ തന്നെ ഇവിടെ എത്രയാണോ അത് തന്നെയാണ് ഇവിടെയും വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ആംഗിൾ ഒ ബി സിയും അതേപോലെ തന്നെ ആംഗിൾ ഒ സി ബിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത്രയും ആംഗിളും പിന്നെ ഇവിടുത്തെ ഇത്രയും പോർഷനും അതെത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും, ഇതിൻ്റെ പകുതിയും ഇതിൻ്റെ ഈ ആംഗിളിൻ്റെ പകുതിയല്ലേ വരാം. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ ഓൾറെഡി 110 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഹാഫ് എന്ന് പറയുമ്പോൾ ഈ 110ൻ്റെ ഹാഫ് അല്ലേ വരാം. ഒന്നുകൂടി പറയാം, ഒ ബി സി എന്ന് പറയുന്നത് ഈ ആംഗിളും ഒ സി ബി എന്ന് പറയുന്നത് ഈ ആംഗിളുമാണ്. അത് രണ്ടും എന്താണ് ഹാഫാണ്, മീൻസ് ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് ടോട്ടൽ ആംഗിളിൻ്റെ ഹാഫാണ് ഇവിടെയും ഇവിടെയും വരാം. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് എത്രയാണെന്നറിയാം 110 ആണ്. ഇത് രണ്ടും കൂടി സം ചെയ്താണെന്നറിയാം. അപ്പോൾ ഈ ആംഗിൾ ബൈസെക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ 110 ടോട്ടൽ സമ്മിൻ്റെ ഹാഫ് അല്ലേ വരാം, ഈ പോർഷനും ഈ പോർഷനും. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി എന്ന് പറയുന്നത് 110 ഡിവൈഡഡ് ബൈ 2 നമുക്ക് എത്രയാണ് പറഞ്ഞത് 55 ഡിഗ്രി വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ ഈ ആംഗിളും ഈ രണ്ട് ആംഗിൾസ് സം ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത് 55 ഡിഗ്രി ആണെന്ന് കിട്ടി. നമുക്ക് ആക്ച്വലി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇവിടുത്തെ ഈ സെൻറ്ററിലുള്ള ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്, ബി ഒ സി. അപ്പോൾ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ഒ ബി സി ഉണ്ട്. ഇൻ ട്രയാങ്കിൾ ഒ ബി സി ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും, ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാണെന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ ഈ ആംഗിളും പിന്നെ ഇവിടുത്തെ ഈ ആംഗിളും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി 55 ഡിഗ്രിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആംഗിൾ ബി ഒ സി ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180ൽ നിന്ന് ഈ രണ്ട് ആംഗിൾസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടില്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 55 ആണ്. അപ്പോൾ ആംഗിൾ ബി ഒ സി കണ്ടുപിടിക്കാനായിട്ട് 180 ഡിഗ്രി മൈനസ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി ഈ രണ്ട് ആംഗിൾസും കൂടി സം ചെയ്തിട്ട് മൈനസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 മൈനസ് ഇത് സം ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കണം 55 എന്ന്, അത് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സോ 180 മൈനസ് 55 ഡിഗ്രി നമുക്ക് എത്ര കിട്ടുക 125 ഡിഗ്രി കിട്ടും. സോ ഇവിടുത്തെ ആംഗിൾ 125 ഡിഗ്രിയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.